ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, ഫുഡ് റിസോഴ്സ് എന്ന് പറയും. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫുഡ് റിസോഴ്സ് എന്താണ്? ഫുഡ് റിസോഴ്സ് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു റിസോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റിസോഴ്സാണ് എന്ത്? ഫുഡ് റിസോഴ്സ്. അപ്പോൾ എല്ലാ റിസോഴ്സിനെ പോലും ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? വളരെ വലുതാണ്. സോ എന്താണ് ഫുഡ് റിസോഴ്സ്? സ്റ്റാപ്പിൾ ഫുഡ് മീൻസ് മുഖ്യാഹാരം അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആഹാരം അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ഫുഡ് എന്ന് പറയും. എന്താണ് സ്റ്റാപ്പിൾ ഫുഡ്? ഫുഡ് ദാറ്റ് ഈസ് ഈറ്റൺ റൊട്ടീൻലി ആൻഡ് ഫോംസ് ഡോമിനൻറ്റ് പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡയറ്റ്. അതായത് നമ്മൾ ഡെയിലി റുട്ടീനിൽ, അതായത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ട് മാറി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ആഹാരം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, മേജർ ഫുഡ് റിസോഴ്സസ് ഓഫ് ദി വേൾഡ്. നമ്മുടെ വേൾഡിലുള്ള മേജറായിട്ടുള്ള കുറച്ച് ഫുഡ് റിസോഴ്സസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വീറ്റ്, റൈസ്, മൈസ്. വീറ്റ് മീൻസ് ഗോതമ്പ്, റൈസ് അരി, മൈസ് നമ്മുടെ ചോളം ഒക്കെ പറയും. ദെൻ ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് പൊട്ടറ്റോസ്, ബാർലി, ഓട്സ്, റായി. ഇതൊക്കെ നമ്മുടെ ഹിൽ ഏരിയ അല്ലെങ്കിൽ മൗണ്ടെയിൻ റീജിയൻസിലാണ് ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ കാണുന്നത്. ദെൻ സ്വീറ്റ് പൊട്ടറ്റോസ്, ബബറോസ്, അണ്ടർഗ്രൗണ്ട് ക്രോപ്സ്. അതായത് ബബറോസ് എന്ന് പറയുന്നൊരു നമ്മൾ ഭൂമിക്കടിയിൽ ചെയ്യുന്നൊരു വിളയാണ്. അത് ആഫ്രിക്ക, അമസോണിയ എന്ന ആ ഒരു റീജിയനിലൊക്കെയാണ് കാണപ്പെടുന്നത്, അതായത് വാം വെറ്റ് ഏരിയാസിൽ. ദെൻ സോഗം ആൻഡ് മില്ലറ്റ്, അതായത് ആഫ്രിക്ക, രാജസ്ഥാൻ പോലുള്ള ഡ്രൈ റീജിയൻസിലൊക്കെയാണ് ഈ ഒരു ഫുഡ് റിസോഴ്സസ് കാണപ്പെടുന്നത്. ദെൻ ഫ്രൂട്ട്സ് എന്താണ്? നമ്മുടെ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫൈബേഴ്സിൻ്റെ ഒക്കെ ഒരു റിച്ച് സോഴ്സാണ് എന്ത് പറയുന്നത്? ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും ഡെയിലിയൊക്കെ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ ഇറ്റ് വിൽ ബി ബെനിഫിറ്റ് ഫോർ യുവർ ഹെൽത്ത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് 20 ടൈപ്സ് വെജിറ്റബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? റിച്ച് ഇൻ മിനറൽസ് ആൻഡ് വിറ്റാമിൻസും അതുപോലെ തന്നെ മിനറൽസൊക്കെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള 20 ടൈപ്പോളം എന്തുണ്ട്? വെജിറ്റബിൾസ് ഉണ്ട്. ദെൻ 15 സ്പീഷീസ് ഓഫ് പൾപ്സ് ആർ റിച്ച് ഇൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻസ്. അതായത് പ്രോട്ടീൻസിൻ്റെ റിച്ച് ആയിട്ടുള്ള 15 സ്പീഷീസ് ഓഫ് പൾപ്സ് മീൻസ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഒരു വെറൈറ്റി ആയിട്ട് പറയാം. ദെൻ ഫിഷ് സ്പീഷീസ് ആൻഡ് മറൈൻ ആനിമൽസ് റിച്ച് ഇൻ ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ഈ കടൽ ആനിമൽസ്, മറൈൻ ആനിമൽസ് അതുപോലെ തന്നെ ഫിഷിലൊക്കെ ഒരുപാട് ഫോസ്ഫറസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആനിമൽസ് ഫുഡ് റിസോഴ്സസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്. അതായത് ആനിമൽസിലൊക്കെ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ അതുപോലെ തന്നെ ഫാറ്റാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ദെൻ വേൾഡ് ഫുഡ് പ്രോബ്ലംസ്. നമ്മളുടെ ഫുഡ് റിസോഴ്സിൻ്റെ ലഭ്യത കുറവ് കാരണം നമുക്ക് ഒരുപാട് വേൾഡിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഹാസ് ഓൺലി ഹാഫ് ആസ് മച്ച് ലാൻഡ് ആസ് USA. അതായത് USA അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യക്ക് അവരുടെ ഏരിയനനുസരിച്ച് നമുക്ക് കുറവാണ്. ബട്ട് ഇറ്റ് ഹാസ് നിയർലി 3 ടൈംസ് പോപ്പുലേഷൻ ടു ഫീഡ്. അതായത് പക്ഷേ അവരെക്കാളും അല്ലെങ്കിൽ USA ഉള്ള ആളുകളെക്കാളും 3 മടങ്ങ് കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. സോ അവിടെ ഒരു ഫുഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ബിഗ് ആയിരിക്കും. USA ഒക്കെ അതുപോലെ തന്നെ വലിയ ലാൻഡുള്ള കൺട്രീസിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ലോ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഫുഡ് പ്രോബ്ലം അല്ലെങ്കിൽ നേരിടാനുള്ള പ്രധാന കാരണങ്ങളിൽ പറയുന്നത് ഒന്ന് ഇതാണ്, പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ഈ ലോ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നമ്മുടെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ഫുഡ് പ്രോബ്ലം അവിടെ നേരിടേണ്ടി വരും. ദെൻ ലോസ് ഓഫ് ഗുഡ് ക്രോപ്പ് ലാൻഡ് ഡ്യൂ ടു ഇറോഷൻ. അതായത് ഈ ഇറോഷൻ മീൻസ് മണ്ണൊലിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്
നമ്മുടെ വിളകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തതൊക്കെ നശിച്ചു പോകും. അപ്പോൾ എന്താണ്, ഈ കൃഷി ചെയ്താലല്ലേ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇറോഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് പ്രോബ്ലം എന്താണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള അവയർനെസ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ലപോലെ അതിനെ പരിപാലിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് നമ്മുടെ ഫുഡ് പ്രോബ്ലം ഉണ്ടായിരിക്കും. ദെൻ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കാശൊന്നും ഇറക്കാതെ നമ്മൾ അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെയും ഫുഡ് പ്രോബ്ലം, നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാശ് ഇറക്കിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പരിപാലിച്ചൊക്കെ കൊണ്ടു നടന്നാൽ മാത്രമേ നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഫുഡ് പ്രോബ്ലം നമ്മൾ നേരിടേണ്ടി വരും. ദെൻ റൈസിങ് എനർജി കോസ്റ്റ്, എനർജിയുടെ അതിൻ്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം നമ്മൾ നേരിടേണ്ടി വരും. ദെൻ ഫുഡ് ഇൻസഫിഷ്യൻസി, അതായത് ഫുഡിൻ്റെ ലഭ്യതയുടെ കുറവ് കാരണം നമുക്ക് ഉണ്ടാകുന്ന രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ സഫിഷ്യൻസി കാരണം രണ്ട് രീതിയിലാണ് നമുക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് അണ്ടർ നറിഷ്മെൻറ്റ്. അണ്ടർ നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് അഡക്വേറ്റ് ഫുഡ് എനർജി, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കാത്തൊരു സിറ്റുവേഷനെയാണ് അണ്ടർ നറിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് സച്ച് ആസ് അമിനോ ആസിഡ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും ലഭ്യത കുറവാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇമ്പാക്ട്സ് ഓഫ് മാൽന്യൂട്രീഷൻ. ഈ മാൽന്യൂട്രീഷൻ കാരണം ഒരുപാട് ഇമ്പാക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ട് ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു വിറ്റാമിൻ അല്ലെങ്കിൽ ആ ഒരു എന്താണോ നമ്മളുടെ കണ്ടൻറ്റ് അതിലുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവും അത് ഉണ്ടാക്കുന്ന ഹെൽത്ത് പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം എന്താണ് ഉണ്ടാകുന്നത്, സ്കർവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗമാണ്, നമ്മളെ മോണേനൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണത്. ദെൻ വിറ്റാമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബെറിബെറി എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരും. വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണം റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ വിറ്റാമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ് ഉണ്ടാവുന്നത്. ദെൻ നയസിൻ്റെ കുറവ് മൂലം നമുക്ക് പെലേഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ്, ഒരു തരം വാദമാണത്. ദെൻ അയേണിൻ്റെ കുറവ് മൂലം അനീമിയ, വിളർച്ചയൊക്കെ വരും. അയഡിൻ്റെ കുറവ് മൂലം നമുക്ക് ഗോയിറ്റർ, ക്രിട്ടിനീസൊക്കെ വരും, അതായത് തൊണ്ടയിൽ മുഴയൊക്കെ അല്ലേ അത്. ദെൻ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തതയൊക്കെ വരും. അപ്പോൾ ഇത്രയാണ് ഓരോ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഹെൽത്ത് എഫക്ട്സ്. ക്ലിയർ? ദെൻ എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ. മോഡേൺ അഗ്രികൾച്ചറിൻ്റെ അതിൻ്റെ എഫക്ട്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഇമ്പാക്ട്സ് റിലേറ്റഡ് ടു ഹൈ ഈൽഡിങ് വെറൈറ്റീസ്. അതായത് നമ്മൾ നല്ല വിളവ് എടുക്കുന്ന കൃഷി അല്ലെങ്കിൽ വെറൈറ്റീസ് കൃഷികളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ഫസ്റ്റ് വൺ. അതായത് മോഡേൺ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇറ്റ് എൻകറേജ് മോണോകൾച്ചർ, അതായത് അങ്ങനത്തെ ഒരു കൃഷി രീതി നമ്മളുടെ ഫുഡ് പ്രോബ്ലംസ് സൃഷ്ടിക്കാൻ കാരണമാവും. ക്ലിയർ? ദെൻ ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലംസ്. എന്താണ് ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലംസ്? രണ്ട് ടൈപ്പാണ് നമ്മുടെ ഫെർട്ടിലൈസർ ഉള്ളത്. നാച്ചുറലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്, അതുപോലെ തന്നെ
ഇനോർഗാനിക് ഫെർട്ടിലൈസർ, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തതാണത്. അപ്പോൾ ഓർഗാനിക്കിൽ വരുന്നത് നമ്മുടെ പ്ലാന്റ് വേസ്റ്റ്, ചെടികളുടെ വേസ്റ്റ്, ഹ്യൂമൺ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ, ഹ്യൂമൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങളൊക്കെയാണ് എന്ത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത്. ദെൻ ഇനോർഗാനിക് ഫെർട്ടിലൈസർ, അതിലെന്താ ജിപ്സാണ് വരുന്നത്, എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫെർട്ടിലൈസർ എന്താ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഫെർട്ടിലൈസർ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അത് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് ആണ് മൈക്രോ ന്യൂട്രിയൻറ്റ് ഇംബാലൻസ്, അതായത് എന്താ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ ഒരു എന്താ മിനറൽസിൻ്റെ എന്താ ഒരു ഇംബാലൻസ് ആണ് എന്ത് ഫസ്റ്റായിട്ട് പറയുന്നത്. ദെൻ നൈട്രേറ്റ് പൊല്യൂഷൻ, നൈട്രേറ്റിൻ്റെ പൊല്യൂഷൻ, അതായത് നമുക്കറിയാം ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ഒരുപാട് കണ്ടൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നൈട്രേറ്റ് പൊല്യൂഷൻ ഉണ്ടാവാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ യൂട്രോഫിക്കേഷൻ. എന്താ യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രൊപ്പോർഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് യൂസ്ഡ് ഇൻ ക്രോപ്പ് ഫീൽഡ്സ്. നമ്മുടെ അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ വിളകളിലൊക്കെ എന്താണ് കൂടുതലായിട്ട് നൈട്രജൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ എന്താ നമ്മുടെ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സ്ട്രീം, ലേക്സ്, കുളങ്ങളിലും തോടുകളിലൊക്കെ എത്തിച്ചേർന്നാൽ എന്താ അവിടെ അതൊരു ബിഗ് പ്രോബ്ലം എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ അവിടെ ഉണ്ടാവുന്ന സ്പീഷീസിനൊക്കെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇനി യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ അളവ് കൂടിക്കഴിഞ്ഞ് അത് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് വാട്ടർ ബോഡീസിലേക്കൊക്കെ എത്തുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ എത്തുന്ന സമയത്ത് അവിടെയും ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിക്കും. അതെന്താണെന്നാണ് നെക്സ്റ്റ് താഴെ ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ലേക്ക് ഗെറ്റ് ഇൻവാഡഡ് ബൈ ആൽഗൽ ബ്ലൂംസ്. നെക്സ്റ്റ് വരുന്നത് യൂട്രോഫിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ലേക്ക് ഗെറ്റ് ഇൻവേഡഡ് ബൈ ആൽഗൽ ബ്ലൂംസ്, അതായത് നമ്മുടെ ലേക്ക് അല്ലെങ്കിൽ തടാകങ്ങളൊക്കെ എന്താണ് ആൽഗൽ ബ്ലൂംസ് ഒക്കെ കൊണ്ട് എന്താ ആക്രമിക്കപ്പെടുകയാണ്. ഇൻവേഡഡ് മീൻസ് ആക്രമിക്കപ്പെടുക. ഓക്കെ, ദെൻ ആൽഗൽ സ്പീഷീസ് ഗ്രോ വെരി ഫാസ്റ്റ് ബൈ യൂസിങ് ന്യൂട്രിയൻസ്, അതായത് ആൽഗൽ സ്പീഷീസൊക്കെ എന്താണ് നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് എന്ത് ആൽഗൽ സ്പീഷീസൊക്കെ. അപ്പോൾ ഈ പായൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ അത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്താ ഇൻടേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള കണ്ടൻസൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ ഇവർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഡ്യൂസ് ടോക്സിൻസ് ഇവിടെ ആൻഡ് ആണ് കേട്ടോ. പ്രൊഡ്യൂസ് ടോക്സിൻസ് ആൻഡ് എഫക്റ്റ് ഫുഡ് ചെയിൻ. അവരെന്താണ് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതെന്താ അക്വാട്ടിക്കിലുള്ള ഫുഡ് ചെയിനിനെ അത് എഫക്റ്റ് ചെയ്യും. ദെൻ ഫിഷ് ഗെറ്റ് കിൽഡ്, ലോട്ട് ഓഫ് ഡെഡ് മാറ്റർ ഗെറ്റിംഗ് ഡീകമ്പോസ്ഡ്. ഒരുപാട് എന്താ ഫിഷസ് ഇതുപോലത്തെയുള്ള മിനറൽസ് കാര്യങ്ങളൊക്കെ നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള മിനറൽസ് വെള്ളത്തിലെത്തിക്കഴിഞ്ഞാൽ അതെന്താ അവിടെയുള്ള ഫിഷസിനെയൊക്കെ എന്ത് ചെയ്യും, കില്ല് ചെയ്യും. ദെൻ ലോട്ട് ഓഫ് ഡെഡ് മാറ്റർ ഗെറ്റിംഗ് ഡീകമ്പോസ്ഡ്. ആ വെള്ളത്തിൽ എന്താ ഇതൊക്കെ ചത്ത് ഒരുപാട് എന്താ ഡീകമ്പോസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളായിട്ട് മാറും. ദെൻ ഓക്സിജൻ ഈസ് കൺസ്യൂംഡ് ഇൻ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ഓക്സിജൻ നന്നായിട്ട് കൺസ്യൂം ചെയ്യും. ആ സമയത്ത് എന്താ വാട്ടർ ബിക്കം ഡിപ്ലീറ്റഡ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, അതായത് ഓക്സിജൻ്റെ ലഭ്യത, വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യും, ക്രമാതീതമായിട്ട് കുറയും. ഇറ്റ് അഫക്ട്സ് അക്വാട്ടിക് ഫോണ. അങ്ങനെ കുറഞ്ഞ സമയത്ത് എന്താണ് വെള്ളത്തിൽ വളരുന്ന ജന്തു ജീവജാലങ്ങൾക്ക് എന്താണ് അത് അഫക്റ്റ് ചെയ്യും.
ദെൻ പാത്തോജനിക് അനൈറോബിക് ബാക്ടീരിയ ഗ്രോസ്, അതായത് നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിൽ വെള്ളത്തിലൊക്കെ വളർന്നുണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു യൂട്രോഫിക്കേഷൻ കാരണമാണ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.